ഹരിയാന വോട്ടുകൊള്ളയിൽ രാഹുൽ ഗാന്ധി പരാമർശിച്ച ബ്രസീലിയൻ മോഡലിന്റെ പേര് ലാരിസ. തന്റെ പഴയ ചിത്രം ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തിയതെന്ന് ലാരിസ ഇൻസ്റ്റഗ്രാമിൽ പ്രതികരിച്ചു. വോട്ടർ പട്ടികയിൽ തന്റെ ചിത്രം വന്നത് അവിശ്വസനീയമാണ്, ഇതെന്ത് ഭ്രാന്താണെന്ന് അവർ ചോദിച്ചു. ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്നും ലാരിസ ചോദിച്ചു. ഇന്ത്യയിൽ നിന്ന് നിരവധി പേർ പ്രതികരണത്തിന് വേണ്ടി ബന്ധപ്പെടുന്നുണ്ടെന്നും ലാരിസ വീഡിയോയിൽ പറയും. Eu vou até velha, tá? Ó, tava novinha na foto, devia ter uns 20 anos, 18 anos. Então, usando a foto minha pra fazer, eu não sei se é uma eleição, alguma coisa de voto que tem que votar. E na Índia, estão me colocando como indiana pra dar golpe nos outros, gente. Olha que loucura. Que doideira é essa? Que mundo nós estamos vivendo? Aí um repórter me chamou, querendo saber sobre esse trem, ligou lá no salão do meu emprego. അരവിന്ദ് ചേരുന്നു വീടുമായി. അരവിന്ദ്, എന്നാണ് ലാരിസ പറയുന്നത്? അംശ കഴിഞ്ഞ ദിവസമാണ് ഹരിയാന വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം പുറത്തുവിട്ടത്. പിന്നീട് ആരാണ് ഈ ബ്രസീലിയൻ മോഡൽ എന്ന തിരച്ചിലായിരുന്നു ഇന്ത്യക്കാരടക്കം. ഒടുവിൽ ആ ബ്രസീലിയൻ മോഡലായ ലാരിസ തന്നെ ഇപ്പോൾ ഒരു വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. തന്റെ ചിത്രങ്ങൾ ഹരിയാന വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടതിൽ ഒരു ഞെട്ടലും അതുപോലെ തന്നെ അവിശ്വസനീയമാണ് ഇപ്പോൾ ഈ ബ്രസീലിയൻ മോഡൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതെന്ത് ഭ്രാന്താണ്, ഏത് ലോകത്താണ് ഞങ്ങൾ ജീവിക്കുന്നതെന്നൊരു ചോദ്യം കൂടിയാണ് ഇപ്പോൾ ബ്രസീലിയൻ മോഡൽ ചൂണ്ടിക്കാണിക്കുന്നത്. തന്റെ പഴയ ചിത്രങ്ങളാണ് ഇത്തരത്തിൽ ഹരിയാന വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഈ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളെ പറ്റിക്കാനുള്ള ശ്രമം നടന്നതെന്ന് കൂടി ഇപ്പോൾ ഈ ബ്രസീലിയൻ മോഡൽ പ്രതികരിച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ തന്നെ ഏറെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണെന്നും ഇന്ത്യയിൽ നിന്നടക്കം നിരവധി പേർ തനിക്ക് ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജുകൾ അയച്ചുവെന്നും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിച്ചു എന്നതാണ് ഇപ്പോൾ ബ്രസീലിയൻ മോഡൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഞെട്ടലാണ് ബ്രസീലിയൻ മോഡൽ ചൂണ്ടിക്കാണിക്കുന്നത്. 10 ബൂത്തുകളിലായി 22 തവണ ഈ ബ്രസീലിയൻ മോഡലിന്റെ ചിത്രമുള്ളവർ വോട്ട് രേഖപ്പെടുത്തിയെന്നതാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ക്രമക്കേടുകളും ഹരിയാന വോട്ടർ പട്ടികയിൽ ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഹരിയാനയിൽ നിരവധി പേർ ഈ ബ്രസീൽ മോഡലിന്റെ ചിത്രമുള്ള 2 പേർ രംഗത്ത് വന്നിരുന്നു. തങ്ങൾ 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയെന്നും അതുപോലെ തന്നെ ആധാർ അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് വോട്ട് രേഖപ്പെടുത്തിയതെന്നുമാണ് ഈ 2 പേർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വലിയ രീതിയിലുള്ള അച്ചടി പിശകാണ് മോഡലിന്റെ ചിത്രം വരാൻ കാരണമെന്ന് കൂടി ഇവർ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ കൃത്യമായി രാഹുൽ ഉയർത്തിയ ആരോപണം, കാരണം കഴിഞ്ഞ ദിവസം ഈ രാഹുൽ ആരോപണം ഉയർത്തിയതിന് പിന്നാലെ ഇതെല്ലാം വ്യാജമാണ്, അല്ലെങ്കിൽ ഈ രാഹുൽ മുന്നോട്ട് വെച്ച ദൃശ്യങ്ങളും ചിത്രങ്ങളുമെല്ലാം വ്യാജമെന്നായിരുന്നു BJP നേതാക്കളടക്കം ചൂണ്ടിക്കാണിച്ചിരുന്നത്. പക്ഷേ ഈ വാദങ്ങളെല്ലാം പൂർണ്ണമായും നിഷേധിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ ഈ ബ്രസീലിയൻ മോഡലിന്റെ ഒരു വിശദീകരണം. തന്റെ പഴയ ചിത്രങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് തന്നെ ബ്രസീലിയൻ മോഡൽ വ്യക്തമാക്കുകയാണ്. അജിംസ്. ശരി.